ബെഞ്ച്, ഫുൾ ബെഞ്ച്, സുപ്രീം കോടതി, സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഫുൾ ബെഞ്ച്, എത്ര കോടതി എന്തിനാ? ഒരു കേസ് കേൾക്കാനാ? ഈ താഴെ നിന്ന് തള്ളുന്ന കേസ് അതിന്റെ തെറ്റും ശരിയും തിരിക്കാനാ അതിന്റെ മുകളിൽ ഇത്രയേറെ കോടതി. അതിന്റെ അർത്ഥം എന്താ? ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയ, ഈ ജുഡീഷ്യറി ഉണ്ടാക്കിയ ആളുകൾക്ക് എന്നെ അറിയാം കോടതിക്ക് തെറ്റ് പറ്റും. അങ്ങനെ ഒരു തെറ്റാ ഈ തെറ്റ്. അല്ലാതെ ഭൂരിപക്ഷ ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷ ജനതയുടെ വികാരത്തിനെതിരെ ഏത് കോടതി വിധി പ്രഖ്യാപിച്ചാലും ആ വിധിക്ക് നിലനിൽപ്പില്ല. എന്താ പിണറായി പറഞ്ഞത്? പിണറായി എന്താ പറയാ, ആക്ടിവേറ്റർ, ആക്ടിവിസ്റ്റുകളെ കയറ്റിയില്ലേ? രണ്ട് പെമ്പിള്ളരെ. ആരും നിങ്ങള് ആ രണ്ട് പെണ്ണുങ്ങൾ അവിടെ കയറി പോകുന്നത് സമയാസമയം മറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് പിണറായിയാണ്. കണ്ണൂരിലെ പോലീസുകാരെ ഏർപ്പാടാക്കിയാണ് ഇങ്ങളെ കൊണ്ടുപോകാൻ. തെളിച്ചോണ്ടായത് അവരാ. കണ്ണൂരിലെ പോലീസ് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവർ പിണറായിയെ വിളിച്ച് ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. കയറി ഇവർ പുറത്തിറങ്ങിപ്പോയി. പക്ഷെ ആർക്കും മനസ്സിലായിട്ടില്ല. കൺഫർമേഷന് വേണ്ടി പലരോടും ചോദിച്ചു, മാധ്യമങ്ങളോട് ചോദിച്ചു, മാധ്യമങ്ങൾക്കൊന്നും അറിയില്ല. ദേവസ്വം ബോർഡിന്റെ ആളോട് ചോദിച്ചു, അവർക്കറിയില്ല. അവിടെ സ്ഥിരമായി കണ്ടും കെട്ടി നിൽക്കുന്നതിന് മറ്റാൾ സംഘാടകരോട് ചോദിച്ചു, അവർക്കറിയില്ല. പക്ഷേ രാവിലെ ആയപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് കൺഫേം ചെയ്തു. എന്തെന്ന്? രണ്ടുപേർ ശബരിമലയിൽ പോയിരിക്കുന്നു. എങ്ങനെയാ? അദ്ദേഹത്തിനാണ് ആദ്യ വിവരം കിട്ടിയത്. എങ്ങനെയാ? പക്ഷേ അദ്ദേഹം പിന്നെ എന്ത് പറഞ്ഞു? പാർലമെന്റ് തിരഞ്ഞെടുപ്പില് കുത്തി ഒഴുകി അങ്ങ് പോയില്ലേ? എന്താ പിന്നെ പിണറായി പറഞ്ഞത്? ഞങ്ങൾ ഭക്തർക്കെതിരല്ല, വിശ്വാസികൾക്കെതിരല്ല, നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ. അദ്ദേഹം പറഞ്ഞില്ലേ? പിന്നെന്താ പിന്നെ മാറ്റി പറഞ്ഞത്? കോടതി വിധി നടപ്പിലാക്കും. സ്ഥിരമായി, സ്ഥായിയായി ഞാൻ ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയോട് പറയുന്നു, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇടതുപക്ഷ ഗവൺമെന്റ് വിശ്വാസികളോടൊപ്പമാണ്, വിശ്വാസികൾക്കെതിരാണോ? ആണുങ്ങളെ പോലെ ഉത്തരം പറ ഈ നാട്ടിലെ ജനങ്ങളോട്, അമ്മമാരോട്, ഭക്തജനങ്ങളോട്. ഇടതുപക്ഷം ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് അനുകൂലമാണെന്ന് പറയാനുള്ള നാട്ടല് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. ഓരോ ദിവസവും തോന്നുന്നത് പോലെ വിളിച്ചു പറയുന്ന ഒരു നേതൃത്വമാണ് ഇടതുപക്ഷത്തിന്റെ ഭരണരംഗത്ത്. പത്മകുമാർ മിഞ്ഞാന്ന് പറഞ്ഞതല്ല ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയാ. മാറ്റി പറയാണ്. ഓന്തിന് നിറം മാറേണ്ടതല്ല ഇത് ജനങ്ങളെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഈ നാടിലെ ദൈവവിശ്വാസികളുടെ അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. ആര് വന്നാലും സുസംഘടിതമായ ഈ രാജ്യത്തിലെ ഭക്തജനങ്ങൾ ഈ വിശ്വാസം സംരക്ഷിക്കാൻ ഒരു അവസാനത്തെ തുള്ളി രക്തം വരെ ഈ അടർക്കളത്തിൽ ഞങ്ങൾ പോരാടും എന്നിവിടുത്തെ സഖാക്കൾ മനസ്സിലാക്കണം. പഴയ കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല, പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വര വിശ്വാസികളാ. ഇപ്പം ഭാര്യനെ അയച്ചിട്ട് പ്രസാദം തൊടുന്നു കൂട്ടാ മിക്ക നേതാക്കന്മാര്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ഒരു ദിവസം പോയിട്ട് കാടാമ്പുഴയിൽ പോയിട്ട് കെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാ. കോടിയേരി ബാലകൃഷ്ണൻ തിരിയില്ലല്ലോ. പക്ഷേ പിറകുന്ന് കണ്ടുപോയി ഭാര്യയെ പലരും. പത്രത്തിൽ വാർത്ത വന്നു. കോടിയേരി ബാലകൃഷ്ണൻ നിഷേധിച്ചോ? ഇല്ലല്ലോ. മകനിപ്പോ ശബരിമലക്ക് പോയി ഫോട്ടോ കണ്ടില്ലേ? നിഷേധിച്ചു ആരെങ്കിലും? ഇല്ലല്ലോ. ഇപ്പൊ വിശ്വാസികളല്ലേ. പിണറായി വിജയൻ നമ്മുടെ മംഗലാപുരത്തെ ക്ഷേത്രത്തിന്റെ പേരെന്താ? മൂകാംബിക ദേവിയുടെ മൂലമന്ത്രം അന്വേഷിച്ച് നടന്ന കഥ എനിക്കറിയാം. ഇയാൾക്കെന്തിനായി മൂലമന്ത്രം? പിണറായി നിരീശ്വരവാദിയായ പിണറായി വിജയൻ എന്തിനായി മൂലമന്ത്രം പരിശോധിക്കുന്നത്? പോയ കഥ എനിക്കറിയാം. അദ്ദേഹം ചോദിച്ച ആള് എന്നടുക്ക വന്ന് പറഞ്ഞത് ഞാൻ ടാപ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഡിഫാമേഷൻ നോട്ടീസ് വന്ന് ഇത് കൊടുക്കണ്ടേ നമ്മള്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ വിശ്വാസികളാണ്. ഇനി നേതാക്കന്മാര് വേണ്ട. വീടുകളിലെ സ്ത്രീകളെല്ലാം വിശ്വാസികളല്ലേ? കാലം മാറിയില്ലേ?
അവരുടെയൊക്കെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ഏകപക്ഷീയമായി ഈ വിശ്വാസ സംരക്ഷണത്തെ എതിർത്ത പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒന്നുകിൽ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളോട് പറയണം, നിങ്ങളെ വിശ്വാസം സംരക്ഷിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാണ്. അല്ലേ? വിശ്വാസികളെല്ലാം ഈ സർക്കാരിനെതിരെ നിങ്ങൾ വിധിയെഴുതണം. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ വീട് കയറി പറയേണ്ടുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓരോ അമ്മമാരോട് പറയണം, ഓരോ വീട്ടുകാരോട് പറയണം. വിശ്വാസ സംരക്ഷണത്തിന് എതിര് നിന്ന മുഖ്യമന്ത്രി, ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിന് വോട്ട് ചെയ്യണമോ വേണ്ടിയോ എന്ന് വിശ്വാസികൾ തീരുമാനിക്കണം. വിശ്വാസികൾ തീരുമാനമെടുക്കണം. ഞാൻ പ്രളയം ഓക്കെ മാത്രമേ പറഞ്ഞുള്ളൂ. പ്രളയത്തിൽ 15,000 ആളുകളെ വീട് പോയി. ഈ മുഖ്യമന്ത്രിക്ക് ഇതുവരെ 150 വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. 150 വീട്. ലോകത്തിന് ലോകമെമ്പാടും കേരളത്തിലേക്ക് സാമ്പത്തിക സഹായം കുത്തിയൊഴുക്കിയ സമയമാണ് ഒന്നാമത്തെ പ്രളയം. എവിടെ മലയാളികളുണ്ടോ അവരൊക്കെ പണം കൊടുത്തില്ലേ? ആ പണമൊക്കെ ഇവിടെ കുമിഞ്ഞു വന്നില്ലേ? എവിടെയാ പണം? ആ പണം എവിടെ? ഈ ഫണ്ട് പിരിക്കാൻ നോക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു, ഇതിന് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. നിയമസഭയിൽ മുഖ്യമന്ത്രി ധിക്കാരത്തോടെ പറഞ്ഞു, സെപ്പറേറ്റ് അക്കൗണ്ട് വേണ്ട, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ മാത്രമേ ഈ പണം സ്വീകരിക്കൂ. എന്താ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അതിന് ഓഡിറ്റില്ല. മുഖ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ അതിലെ എത്ര പണം വേണ്ടിക്കലും ചെലവഴിക്കാം. ചോദിക്കാനും പറയാനും ഒരാൾക്ക് അധികാരമില്ല. മറ്റേ അക്കൗണ്ട് മണിയാണെങ്കിലോ അത് ഓഡിറ്റുണ്ട്. നാട്ടുകാർ മുമ്പ് കണക്ക് പറയണം, എത്ര കൊടുത്തു, എത്ര വന്നു, അതൊക്കെ ജനം അറിയും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ഫണ്ടിലേക്ക്, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആ പണം വന്നു. ആ പണത്തിൽ നിന്നാണ് ചെങ്ങന്നൂർ മുൻ MLA ഉണ്ടല്ലോ, എന്താ അദ്ദേഹത്തിന്റെ പേര്, രാമേന്ദ്രൻ നായരുടെ കടം വീട്ടിയത്. കടം വീട്ടേണ്ടത് ആ ഫണ്ടെന്ന ജനങ്ങളെ ഫണ്ടെന്ന ദുരിതാശ്വാസ ഫണ്ടെന്ന പ്രളയബാധിതർക്ക് വന്ന പണത്തിൽ നിന്നാണോ രാമേന്ദ്രൻ നായരുടെ ഫണ്ട് കടം വീട്ടേണ്ടത്? പാർട്ടി ഫണ്ടെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിർത്ത് കൊടുക്കണം. ജനങ്ങളുടെ ഫണ്ടല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ആരാ? കൂത്തുപറമ്പിലൊരു ജീവിക്കുന്ന രക്തസാക്ഷിയുണ്ട്. MV രാഘവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വന്ന കൂട്ടത്തിൽ പോലീസിന്റെ വെടികൊണ്ട് നട്ടല് തുളച്ച് ഇവ കിടക്ക ശരശരിയെ. പുഷ്പജൻ അവന് കൊടുത്തു 30 ലക്ഷം രൂപ. MV രാഘവനെ കൊല്ലാൻ പോയവന് ഈ ജനങ്ങളെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ച പണമെടുത്താണോ നിങ്ങൾ കൊടുക്കേണ്ടത്? സുതാര്യത വേണ്ടേ ഭരണത്തിൽ? ഇവർക്ക് തോന്നുന്ന പോലെ ചെലവഴിക്കാനാണോ? നിങ്ങൾ സ്വയം പരിശോധിക്കണം. ഈ സർക്കാർ ഇപ്പൊ സാമ്പത്തികമായി എവിടെയാ? പൈസ ഉണ്ടായിട്ടാ കൊടുക്കുന്നെങ്കിൽ സർക്കാരില്ല. ശമ്പളം കൊടുക്കാൻ പ്രോവിഡന്റ് ഫണ്ട് മുതൽ എല്ലാ സംഘടനാ ഫണ്ടിൽ നിന്നും പണം പിരിക്കുക. എന്തിനാ കൊടുക്കുന്നത്? 45,000 കോടിയുടെ വികസനം കൊണ്ട് പ്രഖ്യാപിച്ചു. MLA-മാരുടെ ആരെങ്കിലുമില്ല. 45,000 കോടിയുടെ വികസനം പ്രഖ്യാപിച്ചു പിണറായി വിജയൻ. ഞാൻ ചോദിച്ചില്ലേ വികസനം എന്ത് ചെയ്തു എന്ന്? പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ പൈസ ഇടിയ. ചോദിക്കുമ്പോൾ പറയും കിഫ്ബി ഞങ്ങൾ പരിശോധിച്ചു, 11,000 കോടിയുണ്ട്. പ്രതീക്ഷിച്ച പണം അവിടുന്ന് വന്നിട്ടില്ല. മസാല ബോണ്ടിലൂടെ വന്ന 11,000 കോടി അവിടെയുണ്ട്. സെൻട്രൽ ടാക്സിന്റെ പണം വന്നിട്ടില്ല, വിദേശ കടം കിട്ടിയിട്ടില്ല, ബാങ്ക് നിലപാട് കിട്ടിയിട്ടില്ല. പണമില്ല, പക്ഷെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആര്? തോമസ് ഐസക്. കുഴപ്പം നാളോ മാനോ ഒന്നുമില്ല, കണ്ണുമൂട്ടി പറയാണ് പാപം. അയാൾക്ക് തന്നെ അറിയാം അയാൾ അങ്ങനെ ഒരു ഭക്ഷണമല്ല വാസ്തവത്തിൽ. പക്ഷെ എന്തോ പിണറായിയുടെ പ്രഷർ കൊണ്ട് പറയുന്നതാണെന്ന് ആർക്ക് തോന്നുന്നത്. അത് പറയാ പണമില്ല. ഈ പണമൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ പറയുന്ന 8 ഉപദേശകരിയും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ 6 കോടി രൂപ ചെലവായി അച്യുതാനന്ദന്റെ ഈ ഉണക്ക കമ്മിറ്റിക്ക് 6 കോടി. ഇപ്പൊ എന്താ? ഇപ്പൊ സമ്പത്തിനെ വെച്ചിരിക്കുക ക്യാബിനറ്റ് റാങ്കിൽ. തോറ്റോന് റാങ്ക് ക്യാബിനറ്റ് റാങ്ക്, തോറ്റോന് ക്യാബിനറ്റ് റാങ്ക്, പരീക്ഷ തോറ്റോന് 1ാം റാങ്ക്. ഏത് ഗവൺമെന്റ്? ഇതെന്ത് ഗവൺമെന്റാ?
കോപ്പി അടിച്ചിട്ടേ 10ാം ക്ലാസ് പരീക്ഷ തോറ്റതാ. അവൻ BSc കഴിഞ്ഞിട്ട് അവൻ 1ാം റാങ്ക് പോലീസ് പ്രസിഡന്റ് നിൽക്കുക. ഞാൻ ശബരിമലക്കെന്ന് പോയപ്പോ ഈ പയ്യനുണ്ട് അവിടെ, സർക്കിളിട്ട് ഫേസ്ബുക്കിലൊക്കെ അവന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അവന്റെ കാക്കി യൂണിഫോമിലാ. CPM-കാർ കുറെ ആളുകളെ കാക്കി യൂണിഫോം ധരിച്ച് ട്രെയിനികളാകാൻ പോകുന്ന കുട്ടികളെ ശബരിമലയിൽ കൊണ്ട് ഇറക്കി എന്ന് ഇവനെ കണ്ടപ്പോഴാണ് മനസ്സിലായി. PSC-ന്റെ പേപ്പറൊക്കെ ഇവരെ കസ്റ്റഡിയിലായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ എത്രയോ പ്രതിഭകൾക്ക് ജന്മം കൊടുത്തൊരു കോളേജാണ്. ആ കോളേജിൽ ഈ കള്ളന്മാർ, ഈ കൊള്ളക്കാർ PSC-യുടെ പേപ്പർ അടക്കം അവിടെ കണ്ടില്ല നിങ്ങൾ? ഇടിമുറി സ്വർണ്ണ സഖാവിനെ കുത്തിയ കോളേജ്. ഇടിമുറിയിൽ അധ്യാപകരെ കൊണ്ടുപോയി ഇടിച്ചു. പിള്ളേരെ എതിരാളികളെ പിള്ളേരെ കൊണ്ടുപോയി ഇടിച്ചു. ഒരു യൂണിവേഴ്സിറ്റി കോളേജ്, ഒരു സ്കൂള് കോളേജാണ്. തെമ്മാടിക്കൂട്ടം എല്ലാ കോളേജുകളിലും ഇവർ അടക്കി ഭരിക്കുക. എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ രാജിവെച്ചു പോയി. കാഞ്ഞങ്ങാട് നഗരവാസ് കോളേജിലെ പ്രിൻസിപ്പൽ രാജിവെച്ചു പോയി. SFIയുടെ ഗുണ്ടായിസം കൊണ്ട്, SFIയുടെ തമ്മാടിത്തം കൊണ്ട്, SFIയുടെ ആക്രമണം സഹിക്കാൻ വയ്യാതെ കോളേജിന്റെ ഹെഡുകളായ അധ്യാപകന്മാർ രാജിവെക്കുക കേരളത്തിൽ. എന്തിനാ ഈ നമ്മുടെ സമ്പത്തിന് ഈ ക്യാബിനറ്റ് പദവി കൊടുത്തത്? എനക്കും നിങ്ങൾക്കും അതറിയില്ല. പക്ഷെ കൊടുത്താൽ ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ലാവലിൻ കേസാ. ലാവലിൻ കേസ് വരാൻ പോവുക. സമ്പത്തിന് അവിടെ കുറെ സ്വാധീനങ്ങളും ബന്ധങ്ങളും ഉണ്ട്. കാരണം നീണ്ട കാലത്തെ MP. അപ്പോ അവിടെ BJP-യുമായി ലൈസൺ വർക്ക് നടത്താനാണ് സമ്പത്തിന്റെ നിയമനം. എവിടെ? ഡൽഹിയിലെ കേരള ഹൗസിൽ ക്യാബിനറ്റ് റാങ്കിൽ സമ്പത്തിനെ വെച്ചിരിക്കുക. എല്ലാ ദിവസവും കോൺസ്റ്റന്റായി BJP-യുടെ പല നേതാക്കന്മാരെയും കണ്ട് ലാവലിൻ കേസിന്റെ അകത്ത് സംരക്ഷണം കിട്ടണം എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിന് ചെലവഴിക്കുന്നത് കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് എന്ന് നിങ്ങൾ ഓർമ്മ. കൊള്ളക്കാരുടെ പാർട്ടി, കള്ളന്മാരുടെ പാർട്ടി, കൊലയാളികളുടെ പാർട്ടി. ഒറ്റ വാക്കിൽ പറഞ്ഞു. ഞാൻ വേറെ ഒരുപാട് രാഷ്ട്രീയക്കാരെ പറയാൻ ഇനി 3-4 മീറ്റിംഗുണ്ട്. നമ്മുടെ പൊതുയോഗം വരുമ്പോൾ പൊതുയോഗത്തിൽ ബാക്കിയൊക്കെ പറയാം. ഈ പറഞ്ഞ വസ്തുതകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണണം. നമ്മൾ എതിർക്കുന്നത് അനീതിയെ, അക്രമത്തെ, ഏകാധിപത്യത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കപട വിപ്ലവത്തിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് വിലമതിക്കാനാവാത്ത സമ്പത്താണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എത്രയോ വർഷമായി കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായി KSUവിൽ, യൂത്ത് കോൺഗ്രസിൽ ഷാനി ഉസ്മാനെ പോലെ ഒരു ക്ലീൻ റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന നേതാക്കന്മാർ അപൂർവമാണ്. KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് തൃശ്ശൂരിലെ കോളേജിൽ വെച്ച് SFI-ക്കാർ ഷാനിമോൾ ഉസ്മാനെ അടിച്ച് ചവിട്ടി ഉരുട്ടിയത് നിങ്ങൾക്കറിയാം. തിരുവനന്തപുരത്ത് വെച്ച് പോലീസിനെ കൊണ്ട് അടിപ്പിച്ചത് ഷാനിമോൾ ഉസ്മാൻ ആസ്പത്രി കിടന്നത് നിങ്ങൾക്കറിയാം. ത്യാഗം സഹിച്ചു കടന്നു വന്ന രാഷ്ട്രീയ നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ. അഴിമതി തീണ്ടിയിട്ടില്ല, ആളുകളെ കൊണ്ട് പറയിച്ചിട്ടില്ല. സ്വന്തം കയ്യിലെ കാശെടുത്ത് എല്ലാ ജില്ലകളിലും പോയി ക്യാമ്പ് ചെയ്ത് 14 ജില്ലകളിലെ പാർട്ടി പ്രവർത്തകന്മാർക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന വനിതാ നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ. നമുക്കൊരു എസറ്റാണ്. ചില നേതാക്കന്മാർക്ക് ചില രാശിയുണ്ട്. നിന്ന് തോക്കുന്ന നേതാക്കന്മാരുണ്ട്. നമ്മളെ പല നേതാക്കന്മാരെയും നമുക്ക് നോക്കി കാണാൻ പറ്റും. ജയിക്കില്ല, അത് ഒരു രാശിയില്ലാത്തത് കൊണ്ടാണ്. ഷാനിമോൾ ഉസ്മാനും അങ്ങനെ കുറെ പരാജയം ഏറ്റുവാങ്ങി. പക്ഷേ തളരാത്ത ഒരു പോരാട്ടത്തിന്റെ മനസ്സുമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു അസറ്റായി നിൽക്കുന്ന ഷാനിമോൾ ഉസ്മാൻ നിയമസഭക്കകത്ത് ഇത്തവണ നിങ്ങൾ എത്തിക്കണം. നിങ്ങൾ മനസ്സ് വെച്ചാൽ അത് നടക്കും. എതിരാളികളുടെ വോട്ട് സമാഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സർക്കാരിന്റെ പരാജയം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. കോൺഗ്രസിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം.
കോൺഗ്രസിന് മരണമില്ല ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്ന സന്ദേശം നിങ്ങൾ വീടുകളിൽ നൽകണം. അധികാരത്തിലേക്ക് തിരിച്ചു വരുന്ന കോൺഗ്രസിന് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഇന്ത്യയിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതുന്ന കാലം അതിവിദൂരമല്ല എന്നവരെ ബോധ്യപ്പെടുത്തണം. കോൺഗ്രസ് ഇവിടെ തകർന്നിട്ടില്ല, കോൺഗ്രസ് ഇവിടെ ഇല്ലാതായിട്ടില്ല. കോൺഗ്രസ് ഇന്നും കരുത്തുറ്റ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് ഉണ്ടാക്കിയ വഴിയിലാണ് ഇന്ത്യ ഇന്നും നിലനിൽക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി രാജിവെച്ചു പോകേണ്ടുന്ന അവസരമായി. ഇപ്പോൾ റിസർവാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ച റിസർവ്. അതിന്റെ പുറത്താണ് മോഡിയുടെ പ്രകടനം. കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിലോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികളുടെ പ്രതീക്ഷയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് ഈ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കാണിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. ഓരോ വോട്ടും കൈചിഹ്നത്തിൽ ഷാനി ഉസ്മാന് നൽകി വിജയിപ്പിക്കാനുള്ള ആഹ്വാനവും പ്രവർത്തനവും ഓരോ കോൺഗ്രസ് പ്രവർത്തകന്മാരും പ്രവർത്തകമാരും ഞാനുമാണ് സ്ഥാനാർത്ഥി എന്ന് സ്വയം മനസ്സിൽ കണ്ട് അയൽപക്കത്തുള്ള വോട്ടുകളൊക്കെ സ്വാധീനിച്ച് പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോയി ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് കാണാനും സംസാരിക്കാനും അവസരം കിട്ടിയതിൽ സംഘാടകരോട് നന്ദി പറയുന്നു. വീണ്ടും കാണാം, വീണ്ടും സംസാരിക്കാം. നമസ്കാരം. ജയ് ഹിന്ദ്.